നമ്മളുടെ ബോഗൺവില്ലാസൊക്കെ വെച്ചിരിക്കുന്നത് മതിലിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കള വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് മഴയൊക്കെ കിട്ടിയപ്പോൾ നിറയെ പുല്ലും കളയൊക്കെ വളർന്ന് നല്ല ചെടിയിൽ ഹൈറ്റിലായി. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് താഴെ ഇറക്കി ഒക്കെ പറിച്ച് വൃത്തിയാക്കി. അപ്പോൾ ചെടി ചെറുതാണെങ്കിലും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വയ്ക്കാൻ വേണ്ടി കുറച്ച് പഴയ ബെഡിൻ്റെ ചകിരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടിപ്പായിട്ട് ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയത് എടുത്തതാണ്. അപ്പോൾ ഏതായാലും ഒന്ന് വൃത്തിയാക്കിയതല്ലേ, കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ചകിരി വെച്ച് ചെടിയുടെ വേരൊഴിച്ച് ഭാഗത്തെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു, പതിച്ച് വെച്ച് കൊടുത്തു. ഇത് വെച്ചാൽ പുല്ല് വളരില്ല, പുല്ലും കളകളൊന്നും വളരില്ല എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു കണ്ടത്. അങ്ങനെ പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. എന്തായാലും ഒരു 5-8 ചട്ടി ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി നമ്മൾ ഈ പുല്ല് ചകിരി പതിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാമല്ലോ ഇത് പുല്ല് വളരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ എല്ലാം നമ്മൾ ഉണ്ടായിരുന്ന എല്ലാ ചട്ടികളും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5-10-15 വെറൈറ്റി ബോഗൺവില്ലാസിൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അധികം വലിയ തൈകളല്ലെങ്കിലും അത്യാവശ്യം പൂവൊക്കെ ഉണ്ടാകുന്ന തൈകളൊക്കെ തന്നെയാണ്. കണ്ടോ, എല്ലാം ആക്കിയിട്ടുണ്ട്.